ഹലോ വെൽക്കം ബാക്ക് ടു മാക് വ്ളോഗേഴ്സ് ഗൈസ് അങ്ങനെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഗ്രാജുവേഷൻ ആയിരുന്നു. ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം 2 ദിവസമായി ഗൈസ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ എനിക്ക് ഗ്രാജുവേഷൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടി. എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ എനിക്കൊരു ഇതെൻ്റെ ആപ്പിളിൻ്റെ 3ാമത്തെ പ്രോഡക്റ്റാണ്. ആപ്പിളിൻ്റെ എൻ്റെ ഫോൺ, പിന്നെ എൻ്റെ എയർപോഡ്, അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത എൻ്റെ പ്രോഡക്റ്റാണ് ആപ്പിളിൻ്റെ അടുത്ത ആപ്പിൾ വാച്ച്. ഇതെനിക്ക് മറ്റേ എൻ്റെ ഗ്രാജുവേഷൻ ഇവരെല്ലാവരും കൂടെ ഗിഫ്റ്റായിട്ട് തന്നാണ്. ഇത് സർപ്രൈസ് ഗിഫ്റ്റായിരുന്നു. ഭയങ്കര ഇതായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് കിട്ടുമെന്ന്. ഇത് ഞാൻ തുറന്ന് വാച്ച് എടുത്ത് നോക്കി, അത്രേ ഉള്ളൂ. ആ വീഡിയോ എന്തായാലും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. അത് ചെറിയൊരു വീഡിയോ ആണ്. അത് അർജുനാണ് എടുത്തത്. അത് പോർട്രേറ്റ് ആണ്. എന്നാലും ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണുണ്ട്. അത് നിങ്ങൾ കാണണം. അപ്പം ഇതിൻ്റെ ആപ്പിൾ വാച്ചിൻ്റെ ജസ്റ്റ് അൺബോക്സിങ് ആണ്. എനിക്ക് ആദ്യമായിട്ട് ഒരു ആപ്പിളിൻ്റെ വാച്ച് കിട്ടിയതിൻ്റെ അൺബോക്സിങ് ആണ്. അപ്പോൾ അതും കൂടെ നമ്മുടെ വീഡിയോയിൽ ഇട്ടേക്കാമെന്ന് വെച്ചു. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ആപ്പിളിൻ്റെ വാച്ച് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പം എൻ്റെ 3 പ്രോഡക്റ്റ് എന്ന് പറയാൻ നേരത്ത് ആദ്യത്തത് ഫോൺ, രണ്ടാമത്തെ എയർപോഡ് തൂക്കിലിട്ട ഗൈസ്, നിങ്ങൾക്ക് കാണാമല്ലേ? ഇതാണ് അപ്പോൾ എൻ്റെ 3 പ്രോഡക്റ്റ് ആപ്പിളിൻ്റെ. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യാം. ഇത് ഞാൻ അവിടെ വെച്ച് ഓപ്പൺ ചെയ്തതാണ്, നിങ്ങൾ കണ്ടു കാണും. അത് അന്നേരം മറ്റേ വെപ്രാളത്തിൽ പെട്ടെന്ന് ഇത് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇത് ഇങ്ങനെ എടുത്തു. ഞാൻ പിന്നെ 2-3 വീഡിയോ ഒക്കെ കണ്ടു, ഇതിൻ്റെ ഫീച്ചറൊക്കെ നോക്കി. ഇപ്പോൾ ഇറങ്ങിയിട്ട് കുറേ ആയല്ലോ. എല്ലാത്തിലും ഈ ഫോട്ടോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഫോട്ടോ ഇത് കണ്ട, എനിക്ക് ഓഷ്യനാണ്. ഓഷ്യൻ്റെ ഒരു ഇതാണ് തിരമാല പോകുന്ന സെറ്റപ്പ്. ഇതിൻ്റെ പുറകിൽ ഇത് 2-1 ഇതാണ്. ഇത് മറ്റേ യൂസർ മാനുവൽ കാണിച്ചു തരാം. എല്ലാവരും ഇങ്ങനെ നിവർത്തി കാണിക്കുന്നതുകൊണ്ട് ഞാനൊരു ടെക്കായി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. യൂസർ മാനുവൽ എൻ്റെ ഇവർ പറഞ്ഞേക്കണ ഓറഞ്ച്, ഇത് ഓറഞ്ചാണ് സ്ട്രാഫ് എന്നാണ് പറഞ്ഞേക്കുന്നത് ഇവർ. അതൊന്നും നമ്മൾ എടുത്തു നോക്കിയിട്ടില്ല. പക്ഷെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. എന്നാണ് ട്രെയിൽ എന്ന് പറഞ്ഞ്, ആൽഫൈൻ ഓഷ്യൻ ആൻഡ് ട്രെയിൽ. ഈ ട്രെയിൽ നീക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതാണ് അങ്ങനെ. നീ പറഞ്ഞ ഈ പടം, ഇതിന്റെ ഈ പെട്ടി ഇത് മാറ്റി കഴിയാൻ നേരത്ത് ഇതുണ്ട് ഓഷ്യൻ. അപ്പൊ എനിക്ക് ഓഷ്യന്റെ സ്റ്റാഫാണ് ഇവർ എടുത്തേക്കുന്നത്. പക്ഷെ എനിക്ക് ഓഷ്യൻ ഇത് ഇഷ്ടമാണ്. ഈ സ്റ്റാഫാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വാച്ചിൽ. പക്ഷെ ഇത് ഞാൻ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനൊരു വീഡിയോ നോക്കിയായിരുന്നു, റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. അങ്ങനെ ഇത് പിന്നെ യൂസർ മാനുവൽ നിങ്ങൾക്കൊക്കെ അറിയാലോ, ഇതൊന്നും നമ്മൾ നോക്കാൻ പോണില്ല. അങ്ങനെ ആദ്യം തന്നെ വാച്ച് ഒന്നും കൂടെ ഞാനിത് തുറന്നു നോക്കിയിട്ടില്ല. അന്ന് തുറന്നതാ, പിന്നെ നമ്മൾ തുറന്നിട്ടേ ഇല്ല. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് തുറന്നിട്ടേ ഇല്ല. വീഡിയോ എടുത്ത് കഴിഞ്ഞ് തുറക്കാന്ന് വെച്ചു. ഇതിങ്ങനെ ഇതാണ് അന്ന് എങ്ങനെയാണോ തിരിച്ചു വെച്ച അങ്ങനെ തന്നെ. ഇതിന് മറ്റേ ഇതൊക്കെ ഉണ്ടേ, ഇതെന്നെ പഞ്ച് ചെയ്ത് നിൽക്കിയല്ലേ, ബൾജ് ചെയ്ത് നിൽക്കുന്നു. ബൾജിങ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇത് താഴെ വെച്ചാൽ കാണിയല്ലേ? പോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് വാച്ചും ചാർജർ അടിപൊളിയാന്ന് പറയാനുണ്ട്. ഇതിൻ്റെ എല്ലാ വീഡിയോക്കകത്തും എല്ലാവരും പറഞ്ഞു അടിപൊളിയാണ്. എന്താ ഇതിൻ്റെ മെറ്റൽ വേറെയാന്ന് വെച്ചാൽ സ്റ്റാഫിന്റെ നമ്മൾക്ക് മറ്റേ മെറ്റീരിയൽ അത് തന്നെ, അത് വേറെയാണ് കേട്ടോ. അങ്ങനെ ഗ്രാജുവേഷൻ കൊണ്ട് പ്രയോജനം ഉണ്ടായി. ഇതാണ് ചാർജർ. മറ്റേ നമ്മുടെ ഒരു വയർ കോട്ടിങ് ഇല്ല, എന്നാണ് കോട്ടന്റെ ഒക്കെ കോട്ടിങ് വരികയില്ല, ആ ഒരു നമ്മുടെ തേപ്പുട്ടിയുടെ കോട്ടിങ് ഇല്ല, അങ്ങനത്തെ എളുപ്പത്തിൽ പറയാം. അന്നത്തെ ആവേശത്തിൽ ഞാൻ ഇവിടെ നിന്ന് വലിച്ചൊക്കെ കീറിയായിരുന്നു. ഇപ്പുറത്തുനിന്നായിരുന്നു എടുക്കേണ്ടത്. കുഴപ്പമില്ല. എന്നാ തണുപ്പ, മണമൊന്നുമില്ല കേട്ടോ. അണ്ടർ ആർമർ ഡ്രൈവ് വാച്ച് അൾട്രാ 49mm വാച്ചാണ്. ഈ വലിയ കാണാൻ പറ്റേ വലിയ ഡയലാണ് എനിക്ക്. അപ്പം ഗൈസ്, ഇതാണ് ഡയലും ചാർജറും, മാഗ്നറ്റിക് ചാർജറും. കാണണോ? സ്ക്രീൻ കാണാമെന്ന് എനിക്ക് അറിയാൻ പാടില്ല.
ഇതാണ് സംഭവം. ഇനി നമുക്ക് ഇത് രണ്ടും നിങ്ങൾ അന്ന് ഇത് കണ്ടു കാണിയില്ല, വാച്ച് എന്തായാലും കണ്ടു കാണാം ആ വീഡിയോയിൽ. നമുക്ക് അടുത്തത് നമ്മുടെ ഈ വീഡിയോയിൽ ആ കൂടെ തുറക്കാനുള്ള പെട്ടി ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് നോക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, പിന്നെ സൈഡിൽ ഇത് വേറൊന്നുമില്ല, ഈ സൈഡിൽ 49 mm എന്നൊക്കെ എഴുതി. ഇത് മാത്രമേ ഞാൻ ഈ ബോക്സിന്റെ ഇവിടെ കണ്ടിട്ടുള്ളൂ. ഒരു നല്ല ഇതായിട്ട് എഴുതിയിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓറഞ്ച് ഓഷ്യൻ ബാൻഡ് ഇതേ കണ്ട, ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ അകത്ത് കാണിയല്ലായിരിക്കും. ഇതിൻ്റെ അകത്ത് പിന്നെ ഇവിടെ അതിൻ്റെ എന്തോ ഇൻസ്ട്രക്ഷൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. മറ്റേ എവിടെയൊക്കെ യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇവിടെയാണ് ചെയ്യാ. അങ്ങനെ അതും കഴിഞ്ഞു. ആ പൊളിക്കാൻ നേരത്തുള്ള സുഖം മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ എല്ലാം തീർന്നു. കാണാൻ മേലേ അതൊക്കെ നോക്കണേ. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്? എന്താ പേപ്പറുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ സ്ട്രാപ്പ്. ഇവിടെ അത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള യൂസർ മാനുവൽ ഇവിടെ തന്നെ ഉണ്ട്. ഇതും കുഴപ്പമില്ല, ഇത് നല്ല അടിപൊളി കവറാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണ് ഇതാ ഡാമേജ് മറ്റേ പേപ്പർ, അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഒരു കൊളുത്ത്. ഇതാണ് ഈ മറ്റേ ഊട്ടമുള്ള സ്റ്റാഫാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗൈസ്. ഇപ്പം തന്നെ മറ്റേ എന്താണ് ഞാനിത് സ്റ്റാഫിൻ്റെ ഊരി കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത കാണണോ? അതെ കണ്ട, ഇത് ഇതിൻ്റെ അകത്ത് ഇടണേ. ഇതിൻ്റെ അകത്താണോ ഇടണ്ടേ? എൻ്റെ ഗ്രാജുവേഷനെ പറ്റി പറയുന്നത് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ലായിരുന്നു. ചറുപറ ഫോട്ടോ എടുക്കലും എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഗ്രാജുവേഷൻ ആയിരുന്നു. അപ്പോൾ അടിപൊളി ആയിരുന്നു. പിന്നെ ദിയൊന്നും നമ്മുടെ കൂടെ ഫോട്ടോ എടുത്തില്ല, ഇതൊക്കെ മെയിൻ ആൾക്കാരായിരുന്നു. അപ്പം ഉണക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഞാനും കൂടെ നോക്കട്ടെ കേട്ടോ, എവിടെയാണ് നെക്കിപ്പിടിക്കേണ്ടത്? സ്വിച്ച് മാറിപ്പോയി, ഇതാ നെക്കിപ്പിടിക്കേണ്ടത്. ആഘോഷത്തിന്റെ രാവിലാണ്. എന്തെങ്കിലും വന്നോ? ഫോൺ അടുത്ത് വെച്ച് കാണാൻ പാടില്ലല്ലേ? ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ, കാരണം ഇതുമായിട്ട് പെയർ ചെയ്യാൻ ഇച്ചിരി താമസം ഉണ്ടെന്നാണ് പറയുന്നത്. അതെ 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 അതെ, നീ കാണാം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കറങ്ങി വന്നുണ്ട് ഇത്. അതിൻ്റെ അത് കാണുന്നുണ്ടോ? ഒരു ഗോളം പോലെ കറങ്ങി വരുന്നുണ്ട്. ഇത് കാണാമോ? എൻ്റെ ആ ഗോളം തന്നെ, നമുക്ക് QR കോഡല്ല, അതിൻ്റെ അത് തന്നെ സ്കാൻ ചെയ്തേ വാച്ചിൻ്റെ അത് കണക്റ്റായി. എന്ന് വെച്ചാൽ ആയിട്ടില്ല, ഇനി സെറ്റപ്പ് ചെയ്യണം. ഞാനൊന്ന് നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനിവിടെ വാച്ച് അങ്ങനെ സെറ്റാക്കിയതേ നമ്മുടെ ഹലോ അങ്ങനെ എഴുതി കാണിച്ചേക്കുകയാണ് ഗൈസ്. ഇച്ചിരി നേരെ എടുത്ത് കേട്ടോ, ഞാനൊരു 10-15 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് ആകാൻ വേണ്ടി. ഇതിൻ്റെ അകത്ത് പിന്നെ എൻ്റെ 3D സിം ആഡ് ചെയ്യണം, അതും കൂടെ അത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അത് ഇവിടെ കാണാം നിങ്ങൾക്ക്, ഫിനിഷ് സെറ്റിംഗ് യുവർ ആപ്പിൾ വാച്ച്. അന്നേരം അത് എൻ്റെ സിം ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണതാണ്, അന്നെങ്കിൽ കോൾ ഫീച്ചർ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം സ്റ്റാർട്ട്. meaning how to press the dial on to see your apps. അപ്പോൾ ഒന്ന് ഗൈസ്, അപ്പോൾ ഒന്ന് പോയോ? എൻ്റെ പാസ്വേഡ് അടിക്കട്ടെ ഗൈസ്. ഇതിനെ പ്രസ് ദി ബട്ടൺ ടു ഓപ്പൺ കൺട്രോൾ സെൻറ്റർ. വൈഫൈ ഇത് ക്ലോസ്, അത് തന്നെയാണ് ക്ലോസ്. വാച്ചിൻ്റെ തന്നെ
ക്രൗൺ ടു സീ വിഡ്ജറ്റ്സ്. ഓക്കെ, അങ്ങനെ വാച്ച് എനിക്ക് ഈ ബൾജായിട്ട് ഇങ്ങനെ വലിയ വാച്ച് തന്നെ വേണം. അതാണ് ഞാൻ ഈ G-Shock ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വലിയ വാച്ചിനോട് എനിക്ക് താല്പര്യം. ഇന്ത്യക്ക് മറ്റേ ചെറിയ ആപ്പിളിൻ്റെ വാച്ചാണ് വേണ്ട. എന്നുവെച്ചാൽ 9 ഇല്ലേ, ആപ്പിൾ വാച്ച് 9 അങ്ങനത്തെ ഒക്കെയാണ് പക്ഷെ എനിക്ക് ഇങ്ങനത്തെ വലിയ വാച്ച് തന്നെയാണ് എനിക്കിഷ്ടം. അപ്പം ഗൈസ്, താങ്ക് യു ഫോർ മൈ ഗിഫ്റ്റ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അങ്ങനെ ആപ്പിളിൻ്റെ വാച്ച് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇതിനി എപ്പം കിട്ടുമെന്നാണ് അറിയാൻ പാടില്ലാത്ത ഗൈസ്. അങ്ങനെ സന്തോഷമായി, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്. ഇവിടെ നോക്ക്. എന്റെ 800 രൂപ ഇടിക്കോ തീരെടുക്കണം. സർപ്രൈസ് ആണ് ഈ ഗിഫ്റ്റ് ചെയ്തത്. അൾട്രാ أخيل متبلمدون أنيل كمال.